കാറ്റത്തെ കിളിക്കൂടിലെ രക്കം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുഭാഷ് ഏട്ടനും അച്ഛനും നികേഷ് തങ്ങളുടെ ആരുമല്ല എന്നുള്ള സത്യം നിധിയോട് തുറന്നു പറയുന്നുണ്ട്. ഇത് കേട്ട് ഒത്തിരി വിഷമത്തോടെ നിധി കരയുന്നുണ്ട്. തങ്ങളുടെ ആരുമല്ലാത്ത കുഞ്ഞിനെ സ്വന്തം മകനെ പോലെ വളർത്തിയ അച്ഛൻ്റെ വലിയ മനസ്സ് നിധി മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ ഈ വലിയ രഹസ്യം സുധീഷോ ഹരീഷോ നികേഷോ ഒരിക്കലും അറിയാൻ പാടില്ലെന്ന് സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്. അങ്ങനെ കുറച്ചു നേരം സംസാരിച്ചിരുന്നതിന് ശേഷം സുഭാഷ് ഏട്ടനും നിധിയും കിളിക്കൂട്ടിലേക്ക് വരുന്നുണ്ട്. അവിടെയാണെങ്കിൽ ഭക്ഷണമൊന്നും ഉണ്ടാക്കി വെക്കാതെയാണ് സുഭാഷ് ഏട്ടൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയത്. അതുകൊണ്ട് ഹരീഷ് കിച്ചണിൽ കയറി ഇഡ്ഡലി ഉണ്ടാക്കി വെക്കുകയാണ്. പെട്ടെന്ന് നികേഷിന് കൊടുക്കുന്നുണ്ട്. ഇത് കണ്ട് സുധീഷ് പറയുന്നുണ്ട്, ഇതെന്താടാ എൻ്റെ കയ്യിൽ പ്ലേറ്റ് മാത്രം വെച്ച് തന്നിരിക്കുന്നത്, എനിക്കൊന്നും കഴിക്കാനില്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് ഹരീഷ് പറയുന്നുണ്ട്, എടാ ചെറുത് നമ്മുടെ നികേഷ് അല്ലേ, അവൻ കഴിക്കട്ടെ, അതിനുശേഷം നമുക്ക് രണ്ടുപേർക്കും കഴിക്കാം. പെട്ടെന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്, അല്ല നമ്മുടെ സുഭാഷ് ഏട്ടൻ ഇത് എവിടെ പോയി, ഭക്ഷണമൊന്നും ഉണ്ടാക്കി വെക്കാതെ എവിടെയും പോവാറില്ലല്ലോ, ഇതെന്ത് പറ്റി? ഇത് കേട്ട് നികേഷ് പറയുന്നുണ്ട്, അതെ നമ്മുടെ ഏട്ടത്തി വന്നിട്ടുണ്ടായിരുന്നു, പെട്ടെന്ന് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു പുറത്തു പോയി സംസാരിക്കണമെന്ന്. അച്ഛൻ സമ്മതിച്ചില്ല. പക്ഷേ ഏട്ടത്തി ബലമായി തന്നെ അച്ഛനെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി. കുറച്ച് സമയം കഴിഞ്ഞതും സുഭാഷ് ഏട്ടൻ പച്ചക്കറികൾ വാങ്ങാനുണ്ടെന്നും പറഞ്ഞ് കിറ്റുമെടുത്തുകൊണ്ട് പുറത്തേക്ക് പോയതാ. പക്ഷേ ഇതുവരെയും കണ്ടില്ല. ഇത് കേട്ട് സുധീഷ് പറയുന്നുണ്ട്, അല്ല നിധിക്ക് എന്തായിരിക്കും അച്ഛനോട് സംസാരിക്കാനുള്ളത്, ഇവിടെ വെച്ച് സംസാരിക്കാമായിരുന്നല്ലോ, ഇതെന്ത് പറ്റി ഇവർക്കൊക്കെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് സുഭാഷ് ഏട്ടൻ്റെ നിധി അങ്ങോട്ടേക്ക് കയറി വരുന്നത്. ഇത് കണ്ട് സുധീഷ് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ രണ്ടുപേരും രണ്ട് വഴിക്കല്ലേ പോയത്, ഇപ്പോൾ ഒരുമിച്ച് വരുന്നു, ഇതെങ്ങനെ സംഭവിച്ചു? ഇത് കേട്ട് സുഭാഷ് ഏട്ടനും നിധിയും എന്ത് പറയണമെന്നറിയാതെ പെട്ടെന്ന് മുഖാമുഖം നോക്കുവാണ്. ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോയതാ, തിരിച്ചു വരുന്ന സമയത്താണ് സുഭാഷ് ഏട്ടനെ കണ്ടത്. അപ്പോൾ ഏട്ടനെ വിളിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് പോന്നു. എന്നിട്ട് ഏട്ടൻ പച്ചക്കറികൾ വാങ്ങാൻ വേണ്ടി പോയതാണെന്ന് പറഞ്ഞിട്ട് കയ്യിലൊന്നും കാണുന്നില്ലല്ലോ എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. അത് നല്ല വെജിറ്റബിൾസ് ഒന്നും അവിടെ ഇല്ല, അതുകൊണ്ട് ഞാൻ വാങ്ങാതെ ഇങ്ങ് പോന്നെന്ന് സുഭാഷ് ഏട്ടൻ പറയുകയാണ്. അങ്ങനെ മൂന്ന് പേരും ദുരിതരാ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒന്നിനു പിറകെ ഒന്നുമായിട്ട്. അപ്പോൾ നിധിക്ക് മനസ്സിലായി ഇനിയും ഇവിടെ സംസാരിച്ചുകൊണ്ട് നിന്നാൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവും, കള്ളത്തരം പൊളിയുമെന്ന് മനസ്സിലായതും പെട്ടെന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടി പറയുന്നുണ്ട്, അതെ നിങ്ങൾ എന്താ പോലീസിനെ പോലെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞങ്ങൾ മനുഷ്യരല്ലേ, ഞങ്ങൾക്ക് പല സ്ഥലത്തും പോകാനുണ്ടാവും വരാനുണ്ടാവും, നിങ്ങൾ എന്തിനാ അതൊക്കെ അന്വേഷിക്കുന്നത് അല്ലേ സുഭാഷ് ഏട്ടാ എന്നും ചോദിച്ചുകൊണ്ട് അവരങ്ങ് അകത്തേക്ക് കയറി പോവാണ്. എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അറിയാതെ സുധീഷും ഹരീഷും ഒക്കെ മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്നുണ്ട്. അല്പസമയം കഴിഞ്ഞതും നിധിയും സുഭാഷ് ഏട്ടനും കൂടി പുറത്ത് ഒരടുപ്പൊക്കെ കൂട്ടി നല്ല അടിപൊളി ബിരിയാണി വെക്കുന്നുണ്ട്. അതിൻ്റെ സ്മെല്ല് അകത്തേക്ക് അടിക്കുന്നുണ്ട്. ഇത് മണത്തറിഞ്ഞ് നമ്മുടെ സുധീഷും നികേഷും ഹരീഷും ഒക്കെ പുറത്തേക്ക് ഓടി വരികയാണ്. അല്ല സുഭാഷ് ഏട്ടാ, നല്ല സ്മെല്ലകത്തേക്ക് അടിക്കുന്നുണ്ടല്ലോ, ഹോട്ടലിനൊക്കെ കടത്തി വെട്ടുന്ന തോന്നുന്നത് എന്ന് ഹരീഷ് പറയുന്നുണ്ട്. നീ പോടാ, അങ്ങനെ കളിയാക്കുമൊന്നും വേണ്ട എന്ന് സുഭാഷ് ഏട്ടൻ പറയുമ്പോൾ നമ്മുടെ സുധീഷ് പറയുന്നുണ്ട്, അതങ്ങനെയല്ല വരൂ, നിധി കൂടി സഹായിച്ചതുകൊണ്ട് ഭക്ഷണം ഉഷാറായിരിക്കും. ഇത് കേട്ട് നിധി പറയുന്നുണ്ട്, അധികം അങ്ങ് സുഖിപ്പിക്കണ്ട. അപ്പോഴേക്കും നികേഷ് വിശക്കുന്നുണ്ടെന്ന് പറയുന്നു, നമുക്ക് ഭക്ഷണം കഴിച്ചാലോ എന്ന് പറയുമ്പോൾ നിധി പറയുന്നുണ്ട്, നീ കുളിച്ചിട്ടില്ലല്ലോ, പോയി കുളിച്ചിട്ട് വാ. അങ്ങനെ നികേഷ് മനമില്ലാ മനസ്സോടുകൂടി കുളിക്കാനായിട്ട് പോവാണ്. അതിനിടയിൽ സുഭാഷ് ഏട്ടൻ ലഞ്ച് ബോക്സ് എടുത്ത് വരുന്നുണ്ട്. അത് കണ്ട് നിധി ചോദിക്കുന്നുണ്ട്, എന്താ സുഭാഷ് ഏട്ടാ ലഞ്ച് ബോക്സൊക്കെ ആയിട്ട്? കുറച്ച് മടിയോടുകൂടെ സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, അത് നിധി നമ്മുടെ ചാന്ദിനി ഉണ്ടല്ലോ, ചാന്ദിനിക്ക് ബിരിയാണി നല്ല ഇഷ്ടമാണ്, അതുകൊണ്ട് കുറച്ച് ബിരിയാണി അവൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് നാണത്തോടു കൂടിയാണ് ഇത് പറയുന്നത്. ഇത് കേട്ടതും അനിയന്മാർ കളിയാക്കുന്നുണ്ട്, ഓ ചാന്ദിനിക്ക് ബിരിയാണി കൊടുക്കണം അല്ലേ സുഭാഷ് ഏട്ടാ, അല്ല നിങ്ങളുടെ ലവ് ഇങ്ങനെ പോകുന്നത് പരസ്പരം ഫുഡ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ടാണോ? ഇത് കേട്ട് സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, എന്നാൽ ശരി ഞാൻ അവൾക്ക് ഭക്ഷണം കൊണ്ടുപോകുന്നില്ല എന്ന് പറഞ്ഞ് ലഞ്ച് ബോക്സ് അടച്ചു വെക്കുകയാണ്. അപ്പോൾ നിധി പറയുന്നുണ്ട്, എന്താ സുഭാഷ് ഏട്ടാ ആ ലഞ്ച് ബോക്സ് ഇങ്ങോട്ടേക്ക് തന്നെ എന്ന് പറഞ്ഞ് ലഞ്ച് ബോക്സ് വാങ്ങിച്ച് അതിൽ ബിരിയാണിയും ഒരു ലെഗ് പീസൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഇത് കണ്ട് ഹരീഷും നികേഷും ഒക്കെ കളിയാക്കുന്നുണ്ട്. അങ്ങനെ നിധി പറയുന്നുണ്ട്, നികേഷിൻ്റെ കുളി കഴിയുമ്പോഴേക്കും സുഭാഷ് ഏട്ടൻ ഇത് കൊടുത്തിട്ട് വാ, എന്നിട്ട് നമുക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം. അങ്ങനെ ശരിയെന്ന് പറഞ്ഞ് സുഭാഷ് ഏട്ടൻ പെട്ടെന്ന് ചാന്ദിനിയുടെ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ ചാന്ദിനിക്കുള്ള ബിരിയാണിയുമായിട്ട് സുഭാഷ് ഏട്ടൻ അവിനാഷിൻ്റെ വീട്ടിലെത്തുന്നുണ്ട്. സുഭാഷ് ഏട്ടനെ കണ്ടതും അവിനാഷ് അകത്തേക്ക് ഇരിക്കാൻ പറയുകയാണ്. സുഭാഷ് ഏട്ടൻ തൻ്റെ കയ്യിലുള്ള ബിരിയാണി അവിനാഷിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും ഫുഡൊന്നും കഴിച്ചിട്ടില്ലല്ലോ, ഞാൻ വിളിച്ചു പറഞ്ഞതല്ലേ, നിങ്ങൾ രണ്ടുപേരും കഴിക്കേ.
അപ്പോൾ ചാന്ദിനി പറയുന്നുണ്ട്, നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ, നമുക്ക് 3 പേർക്കും കൂടി കഴിക്കാം. അപ്പോൾ സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, വേണ്ട ചാന്ദിനി, അനിയന്മാരവിടെ കാത്തിരിക്കും, ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാമെന്നും പറഞ്ഞുകൊണ്ടാണ് എന്നെ ഇങ്ങോട്ടേക്ക് വിട്ടത്. അപ്പോൾ ചാന്ദിനി പറയുന്നുണ്ട്, കുറച്ച് ഭക്ഷണം ഞങ്ങളോടൊപ്പം കഴിച്ച് ബാക്കി വീട്ടിൽ പോയി കഴിക്കാം. അങ്ങനെ ചാന്ദിനിയുടെ നിർബന്ധത്തിന് വഴങ്ങി സുഭാഷേട്ടൻ കഴിക്കാമെന്ന് പറഞ്ഞ് താഴെ ഇരിക്കുകയാണ്. 3 പേർക്കും വിളമ്പുന്നുണ്ട്. പക്ഷെ സുഭാഷേട്ടൻ കഴിക്കാണ്ടിരിക്കുമ്പോൾ ചാന്ദിനി ചോദിക്കുന്നുണ്ട്, എന്താ കഴിക്കാത്തത്? സുഭാഷേട്ടൻ പറയുന്നുണ്ട്, വേണ്ട ചാന്ദിനി, വീട്ടിൽ ചെന്നിട്ട് കഴിക്കാം, അവരെന്നോട് അത്രയും പറഞ്ഞതാണ് വേഗം വന്നോളണം കഴിക്കാമെന്ന്. അപ്പോൾ ചാന്ദിനി തൻ്റെ പ്ലേറ്റിൽ നിന്നും ഒരു ഉരുള ചോറെടുത്ത് സുഭാഷേട്ടൻ്റെ വായിൽ വെച്ച് കൊടുക്കാൻ പോവാണ്. പെട്ടെന്ന് അവിനാശ് അത് കാണുമ്പോൾ തല താഴ്ത്തുന്നുണ്ട്. സുഭാഷേട്ടന് വല്ലാതാവുന്നുണ്ട്. പെട്ടെന്ന് പറയുന്നുണ്ട്, ദേ എൻ്റെ കയ്യിലേക്ക് ഇങ്ങനത്താ, ഞാൻ കഴിച്ചോളാം എന്നും പറഞ്ഞുകൊണ്ട് കയ്യിൽ വാങ്ങിച്ച് കഴിക്കുകയാണ്. ഭക്ഷണം കഴിക്കാതെ ചാന്ദിനി വിടില്ലെന്ന് കണ്ടതും സുഭാഷേട്ടൻ ഭക്ഷണം കഴിക്കുന്നുണ്ട്. 3 പേരും സംസാരിച്ച് വളരെ സന്തോഷത്തോടെ ഭക്ഷണമൊക്കെ കഴിച്ച് ഇരിക്കുന്ന സമയത്ത് ചാന്ദിനിയുടെ നോട്ടം സുഭാഷേട്ടൻ്റെ മുഖത്ത് തന്നെയാണ്. അവിനാശ് പറയുന്നുണ്ട്, അതെ സുഭാഷേട്ടൻ ഇവിടെ ഇരിക്കെ, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഒരു മധുരം കഴിക്കുന്നത് നല്ലതല്ലേ, ഞാനൊരു ഐസ്ക്രീം മേടിച്ചിട്ട് വരാം, പെട്ടെന്ന് വരാമെന്നും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അവിനാശിൻ്റെ ഓട്ടം കണ്ട് സുഭാഷേട്ടൻ ചിരിയോടുകൂടി ചാന്ദിനിയോട് പറയുന്നുണ്ട്, ദേ നമ്മൾ 2 പേരും തനിച്ചിരുന്ന് സംസാരിക്കട്ടെ എന്ന് വിചാരിച്ചാ നിന്റെ ചേട്ടനെ പോകുന്നത്. ഇത് കേട്ട് നാണത്തോടു കൂടി ചാന്ദിനി ചിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും ചാന്ദിനിക്കൊരു കോള് വരുവാണ്. അതെടുത്ത് സംസാരിക്കുകയാണ്. ഹിന്ദിയിൽ സംസാരിക്കുന്നത് കൊണ്ട് തന്നെ എന്താ കാര്യമെന്ന് സുഭാഷേട്ടന് മനസ്സിലാവുന്നില്ല. എന്നാൽ ചാന്ദിനിയുടെ മുഖത്ത് വളരെ ടെൻഷനുണ്ട്. അല്പസമയം സംസാരിച്ചതിന് ശേഷം ചാന്ദിനി കോള് കട്ട് ചെയ്യുന്നുണ്ട്. കോള് കട്ട് ചെയ്തതിന് ശേഷം നിന്ന് പൊട്ടി പൊട്ടി കരയുകയാണ് ചാന്ദിനി. ചാന്ദിനി കരയുന്നത് കണ്ട് സുഭാഷേട്ടൻ ആകെ വിഷമായി ഓടിച്ചെന്ന് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി ചാന്ദിനി, നീ എന്തിനാ ഇങ്ങനെ കരയുന്നത്, കാര്യം പറ എന്ന് പറയുമ്പോൾ ചാന്ദിനി ഒന്നും മിണ്ടുന്നില്ല, കരയുക തന്നെയാണ്. അപ്പോഴേക്കും അവിനാശ് വരുന്നുണ്ട്. എന്താ സുഭാഷേട്ടാന്ന് ചോദിക്കുമ്പോൾ എന്താണെന്നറിയില്ല, ഒരു കോള് വന്നു. സംസാരിച്ചതിന് ശേഷം ചാന്ദിനി നിന്ന് കരയുന്നുണ്ട്. ഞാൻ ചോദിച്ചിട്ട് അവളൊന്നും മിണ്ടുന്നില്ല. ഇത് കേട്ടതും അവിനാശ് ചാന്ദിനിയോട് കാര്യം എന്താണെന്ന് തിരക്കുകയാണ്. ഉണ്ടായ സംഭവമൊക്കെ ചാന്ദിനി പറയുന്നുണ്ട്. ഇത് കേട്ട് അവിനാശ് ചാന്ദിനിയെ സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പോഴും സുഭാഷേട്ടനൊന്നും മനസ്സിലാവാതെ ഇരിക്കുകയാണ്. അവിനാശിനോട് ചോദിക്കുന്നുണ്ട്, എന്താ അവിനാശ് അവൾ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലായില്ല, എന്താ വല്ല പ്രശ്നമുണ്ടോ? ഇത് കേട്ട് അവിനാശ് പറയുന്നുണ്ട്, അത് സുഭാഷേട്ടാ, ബീഹാറിൽ നിന്നുള്ള കോളാണ്. നാട്ടിൽ ഇവൾക്കൊരു മുറച്ചെറുക്കനുണ്ട്, അവനുമായിട്ടുള്ള വിവാഹം വീട്ടുകാർ ഉറപ്പിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അവനാ വിളിച്ചത്. അവൻ വിളിച്ച് ഇവളെ ഭീഷണിപ്പെടുത്തിയിരിക്കുക, ഇവളെ എവിടെയാണെങ്കിലും കണ്ടെത്തി വിവാഹം കഴിക്കുമെന്ന്. അത് കേട്ടിട്ടാണ് ഇങ്ങനെ കരയുന്നത്. ഇത് കേട്ട് സുഭാഷേട്ടൻ പറയുന്നുണ്ട്, ചാന്ദിനി നീ വിഷമിക്കണ്ട, ഇത് ഞങ്ങളുടെ നാടാണ്, ഇവിടെ വന്ന് നിന്നെ ആരും കൊണ്ടുപോയില്ല. ഞാനും നിന്റെ ചേട്ടനൊക്കെ ഇല്ലേ, പിന്നെ എന്തിനാ നീ വിഷമിക്കുന്നത്, കരയാതിരിക്കേ, ഈ ഐസ്ക്രീം കഴിക്കെന്നും പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന ഐസ്ക്രീം എടുത്ത് കൊടുക്കുകയാണ്. ചാന്ദിനി വേണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ സുഭാഷേട്ടൻ നിർബന്ധിച്ച് അവളെ കൊണ്ട് അത് കഴിപ്പിക്കുന്നുണ്ട്. ഇതേ സമയം കിളിക്കൂട്ടിലെ കിച്ചണിലെ ജോലികളൊക്കെ കഴിഞ്ഞ് നിധി ക്ഷീണിച്ചിരിക്കുകയാണ്. അപ്പോൾ സുധീഷ് ചോദിക്കുന്നുണ്ട്, എന്താ നിധി, നീ വല്ലാണ്ട് ക്ഷീണിച്ചോ? അപ്പം നിധി പറയുന്നുണ്ട്, അതെ, കിച്ചണിലെ ജോലി എന്ന് പറഞ്ഞാലേ നല്ല ബുദ്ധിമുട്ടുള്ള ജോലി തന്നെയാണ്, ഇതിനെക്കുറിച്ചൊന്നും നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ലല്ലോ. അയ്യോ നിധി, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് ചോദിച്ചതല്ല, നിന്റെ മുഖത്തെ ക്ഷീണം കണ്ടപ്പോൾ ചോദിച്ചു പോയതാ. അല്ല, ഒരു കപ്പ് കാപ്പി ഇട്ട് കുടിക്ക്, അപ്പോൾ ഈ ക്ഷീണമൊക്കെ മാറും. എന്നോട് കാപ്പിയിട്ട് കുടിക്കാനാണോ പറയുന്നത്, നിനക്കുണ്ടാക്കി തന്നൂടെ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടത് സുധീഷ് പറയുന്നുണ്ട്, അയ്യോ എനിക്ക് കാപ്പി ഉണ്ടാക്കാനൊന്നും അറിയില്ല, സോറി നിധി, ഇനി അടുത്ത് നിന്ന് നീ പറഞ്ഞു തരികയാണെങ്കിൽ ഞാൻ ചെയ്തു നോക്കാം, ഒന്ന് ട്രൈ ചെയ്യാം. അയ്യോ എൻ്റെ ദൈവമേ വേണ്ടായേ എന്നും പറഞ്ഞുകൊണ്ട് കൈ കൂപ്പുകയാണ് നിധി. ഇത് കണ്ടുകൊണ്ടാണ് നമ്മുടെ ഹരീഷ് അങ്ങോട്ടേക്ക് കയറി വരുന്നത്. ഏട്ടത്തി, ഞാനൊരു ഉഗ്രൻ ലെമൺ ടീ ഇട്ട് തരട്ടെ എന്ന് ചോദിക്കുകയാണ്. ആ, നിനക്ക് ലെമൺ ടീ ഒക്കെ ഇടാൻ അറിയോ? വേണ്ട ഹരീഷേ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കുടിച്ചോളാം. അതെന്താ ഏട്ടത്തി, പേടിച്ചിട്ടാണോ? പേടിക്കൊന്നും വേണ്ട, ഞാൻ നല്ല ഉഗ്രനായിട്ടുണ്ടാക്കും. ദേ സുധീഷിനോട് ചോദിച്ചു നോക്ക്, ആദ്യമൊക്കെ ഞാൻ ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു, ഇപ്പോൾ സുഭാഷ് ഏട്ടനും ഏട്ടത്തിയൊക്കെ ഇവിടെ ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ കിച്ചണിൽ കയറാത്തത്. ഇത് കേട്ട് സുധീഷും പറയുന്നുണ്ട്, അതെ അവൻ പറയുന്നത് കാര്യമാട്ടോ, ആദ്യമൊക്കെ ഇവൻ ടീ ഉണ്ടാക്കുമായിരുന്നു, അടിപൊളിയാണ്. ഒരു 5 മിനിറ്റ് ഞാനിതാ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഹരീഷ് കിച്ചണിൽ കയറുവാണ്. സുധീഷും നിധിയും കൂടെ പതിയെ ഡോറിനടുത്ത് നിന്ന് മറഞ്ഞു നിന്ന് കിച്ചണിൽ എത്തി നോക്കുകയാണ്. നമ്മുടെ ഹരീഷ് ആണെങ്കിൽ പാട്ട് പാടി ഡാൻസൊക്കെ കളിച്ചാൽ കാപ്പി ഉണ്ടാക്കുന്നത്. ഹരീഷിൻ്റെ ഡാൻസും പാട്ടൊക്കെ കണ്ടിട്ട് സുധീഷും നിധിയും കൂടെ വായ്പൊത്തിച്ചിരിക്കുകയാണ്. ചായ ഉണ്ടാക്കി എല്ലാവർക്കും ഗ്ലാസ്സിലൊക്കെ ഒഴിച്ച് പെട്ടെന്നങ്ങ് തിരിയുമ്പോൾ നിധിയും സുധീഷും ദേ വാ നമുക്കവൻ കാണുന്നതിന് മുന്നേ പോവാമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് തിരിയുന്ന സമയത്താണ് 2 പേരുടെയും നെറ്റി തമ്മിൽ കൂട്ടിമുട്ടുകയാണ്.
അതുകൊണ്ട് ഹരീഷ് ചോദിക്കുന്നുണ്ട്, ദേ നിങ്ങൾ എന്താ രണ്ടുപേരും കാണിക്കുന്നത്? അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, അത് ഞങ്ങൾ വെള്ളം കുടിക്കാൻ വേണ്ടി വന്നതാ, അപ്പോഴല്ലേ നീ ടീ കൊണ്ടുവരുന്നത്, അപ്പോൾ ഇനി വേണ്ടാന്ന് വെച്ചു, ഇങ്ങത്താ എന്നും പറഞ്ഞുകൊണ്ട് അവർ ആ ചായ കുടിക്കുകയാണ്. ഇതേ സമയം അച്ഛൻ പുറത്ത് റേഡിയോയിൽ പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് നികേഷ് ശ്രദ്ധിക്കുന്നുണ്ട്. നികേഷ് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നുമല്ല ശ്രദ്ധിക്കുന്നത്, പുറത്ത് അച്ഛൻ എന്ത് ചെയ്യുന്നു എന്നാണ് വളരെ ദേഷ്യത്തോടു കൂടി ജനൽ വഴി കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിധി ചായ കുടിച്ചിട്ട് സൂപ്പറായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. സുധീഷ് ചോദിക്കുന്നുണ്ട്, എടാ ഹരീഷ്, നീ പാട്ടും ഡാൻസൊക്കെ കളിക്കുമല്ലേ? നീ നന്നായി വേർത്തിട്ടുണ്ടല്ലോ. ഡാൻസോ? ഹേയ് അല്ലല്ല, അത് കിച്ചണിലെ ചൂട് തട്ടിയത് കൊണ്ട് വേർത്തതാണെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് നിധി പറയുന്നുണ്ട്, ദേ ഹരീഷെ കള്ളം പറയണ്ട, നീ പാട്ടുപാടി ഡാൻസ് കളിക്കുന്നതൊക്കെ ഞങ്ങൾ കണ്ടു. ഹരീഷ് ആകെ ചമ്മുന്നുണ്ട്. പെട്ടെന്ന് സുധീഷ് എഴുന്നേറ്റ് അവൻ പാട്ട് പാടി ഡാൻസ് കളിച്ചിരുന്നത് ആക്ട് ചെയ്യാണ്. നീ ഇങ്ങനെയല്ലേ കളിച്ചിരുന്നത് അല്ലേടാ ഹരീഷ് എന്ന് ചോദിച്ചുകൊണ്ട് പിന്നീട് നികേഷിൻ്റെ അടുത്ത് ചെന്ന്, ദേ ഡാ ഹരീഷ് ഇങ്ങനെ കളിച്ചിരുന്നതെന്ന് പറഞ്ഞ് നികേഷിൻ്റെ അടുത്തും അഭിനയിച്ച് കാണിക്കുന്നുണ്ട്. എന്നാൽ നികേഷ് ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. നികേഷ് പുറത്ത് അച്ഛൻ എന്ത് ചെയ്യുന്നു എന്നിങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹരീഷ് നീ എന്നെ കളിയാക്കണ്ടാട്ടോ എന്ന് പറയുകയാണ് സുധീഷിൻ്റെ അടുത്ത്. നിധി ചിരിക്കുന്നുണ്ട്. ഇതേ സമയം നികേഷ് വളരെ ദേഷ്യത്തോടെ ആ പാട്ട് ഓഫ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ് അച്ഛനോട്. പക്ഷേ അച്ഛൻ സമ്മതിക്കുന്നില്ല. അച്ഛൻ പെട്ടെന്ന് അതിൻ്റെ വോള്യൂം കൂട്ടുകയാണ് ചെയ്യുന്നത്. അച്ഛനകത്തേക്ക് കയറി വരുന്നുണ്ട്. ഇത് എൻ്റെ വീട്, എൻ്റെ റേഡിയോ, എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. അച്ഛൻ്റെ ദേഷ്യം കണ്ട് നിധി പറയുന്നുണ്ട്, അച്ഛൻ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? അവൻ കുട്ടിയല്ലേ, അവൻ്റെ അറിവില്ലായ്മ കൊണ്ട് പറയുന്നതല്ലേ, അതിനോടൊപ്പം വലിയവരിങ്ങനെ സംസാരിച്ചാലോ? കുട്ടിയോ ആരീവനോ? എന്തായാലും മോള് പറഞ്ഞതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് പാട്ടിൻ്റെ വോളിയം ഒന്നുകൂടെ കൂട്ടുകയാണ്. ഇത് കണ്ടതും നികേഷിന് ദേഷ്യം വരുന്നുണ്ട്. പെട്ടെന്ന് അച്ഛൻ്റെ കയ്യിൽ നിന്നും ആ റേഡിയോ തട്ടിപ്പറിച്ച് വാങ്ങിച്ച് നിലത്തോട്ട് ശക്തിയായി ഒരൊറ്റ ഇറങ്ങ് കൊടുക്കുകയാണ്. റേഡിയോ ചിന്നി ചിതറി പോവുകയാണ്. നികേഷിൻ്റെ ഈ പെരുമാറ്റം കണ്ട് എല്ലാവർക്കും പേടിയായി. സുധീഷ് ചോദിക്കുന്നുണ്ട്, എടാ നികേഷ് നീ എന്തായി കാണിക്കുന്നത്? ചേട്ടനൊന്നും മിണ്ടാതിരിക്കേ, എനിക്ക് ഇയാളോട് സംസാരിക്കാനുണ്ടെന്നും പറഞ്ഞ് അച്ഛൻ്റെ മുഖത്ത് നോക്കി ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളുടെ മനസ്സിലിരിപ്പ് എന്താ? ഞാൻ കുറേ ദിവസമായി കണ്ടുകൊണ്ടിരിക്കുന്നു, ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ട് ഒന്നും അറിയാത്തതുപോലെ പാട്ടും പാടി ഇരിക്കുകയാണോ? ഇത് കേട്ടതും നിധി പറയുന്നുണ്ട്, ദേ നികേഷെ മിണ്ടാതിരിക്കേ. എന്നാൽ നികേഷ് ഇതൊന്നും കേൾക്കുന്നില്ല. അച്ഛനോട് മര്യാദയില്ലാതെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട് ഹരീഷ് പെട്ടെന്ന് അവൻ്റെ കയ്യിൽ പിടിച്ച് അവിടെ ഇരുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ദേ ഇവിടെ ഇരിക്കും നികേഷ്, നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ചേട്ടനൊന്ന് പോയേ, എനിക്ക് ഇയാളോട് സംസാരിക്കണം. നിങ്ങളെല്ലാവരും ഇയാളെ വിശ്വസിച്ചിരിക്കും, പക്ഷേ ഞാൻ ഇയാളെ വിശ്വസിക്കില്ല. വീണ്ടും നിധി പറയുന്നുണ്ട്, ദേ നികേഷ് നിന്നോട് മിണ്ടാതിരിക്കാനാ പറഞ്ഞ്, മതി. ഇത് കേട്ട് നികേഷ് പറയുന്നുണ്ട്, ഇല്ല ഏട്ടത്തി, എനിക്ക് ഇയാളോട് കുറച്ച് സംസാരിക്കാനുണ്ട്, ഏട്ടത്തി മിണ്ടരുത്. വീണ്ടും അവൻ അച്ഛനോട് ചോദിക്കുന്നുണ്ട്, എൻ്റെ അമ്മ എന്നോടൊപ്പം താമസിക്കാൻ എത്ര ആഗ്രഹത്തോടു കൂടിയാണ് ഇവിടെ വന്നതെന്നറിയോ? നിങ്ങളല്ലേ അവരെ ഈ വീട്ടിൽ നിന്നും ഓടിച്ചു വിട്ടത്, അതെനിക്കറിയാം. ഇത് നിങ്ങളെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ, പക്ഷേ ഇതിൻ്റെ നഷ്ടം എനിക്കാണ്. എന്തിനാ എൻ്റെ അമ്മയെ ഇവിടെ നിന്ന് ഓടിച്ചു വിട്ടത്? എൻ്റെ അമ്മയോട് നിങ്ങൾക്ക് എന്താ അത്രമാത്രം ദേഷ്യം? അന്ന് ഞാനിവിടെ വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ അമ്മേനെ കൊന്നേനെ. ഈ നാട്ടുകാർ പറയുന്നതിലൊന്നും ഒരു തെറ്റുമില്ല, ഇയാൾ ശരിക്കും ഒരു കൊലയാളിയാണ്. അച്ഛനൊരു അക്ഷരം പോലും മിണ്ടുന്നില്ല. പെട്ടെന്ന് നികേഷ് അദ്ദേഹത്തിൻ്റെ കോളറിൽ പിടിച്ച് ചോദിക്കുന്നുണ്ട്, പറയടോ എന്തിനാ എൻ്റെ അമ്മയെ ഇവിടെ നിന്ന് ഓടിച്ചത്? പറയടോ എൻ്റെ അമ്മ എവിടെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഇത് കണ്ട് ഹരീഷും സുധീഷും നികേഷിനെ പിടിച്ചു മാറ്റാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എൻ്റെ അമ്മയെ ഇവിടെ നിന്ന് ഓടിച്ചു വിടുന്നതിന് പകരം നിങ്ങൾക്ക് ഇവിടെ നിന്നും പോകാമായിരുന്നില്ലേ? ഈ വീട്ടിൽ നിന്നും മാത്രമല്ല ഈ ലോകത്തു നിന്നും നിങ്ങൾക്ക് പോകാമായിരുന്നില്ലേ? എന്നാൽ ഞാൻ എൻ്റെ അമ്മയോടൊപ്പം സുഖമായിട്ട് ജീവിച്ചേനെ. നിങ്ങൾ ഈ ലോകത്തില്ലായിരുന്നെങ്കിൽ ഞാൻ സന്തോഷത്തോടെ എൻ്റെ അമ്മയോടൊപ്പം ജീവിച്ചേനെ. എന്തിനാ ആർക്കും ഒരു പ്രയോജനവും ഇല്ലാതെ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത്? ചത്തുപോയിക്കൂടെ എന്ന് ചോദിക്കുകയാണ്. ഇത്രയ്ക്ക് കേട്ടിട്ടും അച്ഛൻ ഒരക്ഷരം പോലും മിണ്ടുന്നില്ല. നികേഷിൻ്റെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ച് നോക്കി നിൽക്കുകയാണ്. എന്നാൽ നിധിക്ക് ഇത് സഹിക്കാൻ കഴിയുന്നില്ല. ഡാ നികേഷ് നിന്നോട് മിണ്ടാതിരിക്കാനാ പറയുന്നതെന്ന് ഉച്ചത്തിൽ വിളിച്ച് പറയുന്നുണ്ട്. പക്ഷേ നികേഷ് അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. വീണ്ടും അദ്ദേഹത്തോട് നിങ്ങൾ ചത്തുപോകുന്നതാണ് നല്ലത്, എന്താ മിണ്ടാതെ ഇങ്ങനെ ശവത്തെ പോലെ നിൽക്കുന്നത് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചത്തുപോ എന്ന് അച്ഛനോട് പറയുന്നത് കേട്ട് നിധി ബലമായി തന്നെ നികേഷിനെ പിടിച്ചു മാറ്റി അവൻ്റെ കവിളത്തെ ഒരു ഒറ്റ അടി അങ്ങ് കൊടുക്കുകയാണ്. ഇത് കണ്ടുകൊണ്ടാണ് സുഭാഷ് ഏട്ടൻ പുറത്തു നിന്നും കയറി വരുന്നത്. എല്ലാവരും ഞെട്ടുന്നുണ്ട്. വേണ്ട മോളെ എന്ന് നമ്മുടെ അച്ഛൻ കൈകൊണ്ട് തടയുന്നുണ്ട്. നികേഷ് ആണെങ്കിൽ ചേട്ടത്തി അടിച്ചതിൻ്റെ വിഷമത്തിൽ നിൽക്കുകയാണ്. നിധി ചോദിക്കുന്നുണ്ട്, എടാ
അവരോട് ചത്തുപോകാൻ പറയാൻ നീ ആരാ? കുറെ നേരമായി ഞാൻ കണ്ടു നിൽക്കുന്നു. വയസ്സിന് മുതിർന്നവരോട് ഇങ്ങനെയാണോടാ സംസാരിക്കുന്നത്? നീ പഠിച്ച പയ്യനല്ലേ? വയസ്സിന് മുതിർന്നവരോട് ഇങ്ങനെയാണോടാ പെരുമാറുന്നതും സംസാരിക്കുന്നതും? നീ പഠിച്ച പയ്യനല്ലേ? ഇവരാണോ വലിയവർ? വയസ്സായതുകൊണ്ട് മാത്രം വലിയവരാവോ എന്ന് ചോദിക്കുകയാണ് നികേഷ്. അപ്പം നിധി പറയുന്നുണ്ട്, അതേടാ, അവർ വലിയവർ തന്നെയാണ്. അത് നിന്റെ അച്ഛനാണ്. ഇങ്ങോട്ട് നോക്കി നികേഷേ, ഇനി മേലാൽ അച്ഛനോട് എതിർത്ത് സംസാരിക്കരുത്. നീ എന്നല്ല, ഈ വീട്ടിൽ ആരും അച്ഛനെ എതിർത്ത് സംസാരിക്കരുത്. അച്ഛൻ അച്ഛൻ്റെ ഇഷ്ടത്തിന് ഇവിടെ ജീവിക്കും. അതിന് പറ്റാത്തവർക്ക് ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവാം. നിധിയുടെ സംസാരം കേട്ട് എല്ലാവരും പരസ്പരം നോക്കുന്നുണ്ട്. നിധി നികേഷിനോട് പറയുന്നുണ്ട്, അവരോട് ചത്തുപോവാൻ പറയാൻ നീ ആരടാ? ഇതാണോ നിന്നെ കോളേജിൽ പഠിപ്പിക്കുന്നത്? ഇതാണോ നിന്റെ സംസ്കാരം? ഇത്രയൊക്കെ നീ പറഞ്ഞിട്ടും അച്ഛൻ എന്തെങ്കിലും കമാന്നൊരക്ഷരം വേണ്ടുന്നുണ്ടോ? ഇല്ല. അതെന്തുകൊണ്ടാണെന്നറിയാമോ? നിന്നോടുള്ള സ്നേഹം കൊണ്ട്. അച്ഛൻ എന്തു പറഞ്ഞാലും അത് കേട്ടു നിൽക്കുമെന്നാണ് നീ വിചാരിച്ചത്? അടിച്ച് നിന്റെ പല്ല് ഞാൻ താഴെയിടും. റാസ്കൽ എന്നും പറഞ്ഞുകൊണ്ട് നിധി കൈ നീട്ടുവാണ്. അത്ര നേരം മിണ്ടാതിരുന്ന അച്ഛൻ പറയുന്നുണ്ട്, ഏയ് വേണ്ട മോളെ, വേണ്ട. എല്ലാവരുടെയും മുന്നിൽ വെച്ച് അടി കിട്ടിയത് കൊണ്ട് തന്നെ നികേഷിന് അതിനെ ഒട്ടും സഹിക്കുന്നില്ല. നികേഷ് പറയുന്നുണ്ട്, എന്നെ അടിച്ചില്ലേ, ഇനി ഞാൻ ഒരു നിമിഷം ഈ വീട്ടിൽ നിൽക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് തിരിഞ്ഞ് പുറത്തേക്ക് ഓടുകയാണ്. അവനെ പിടിക്കാനായിട്ട് ഏട്ടന്മാർ പിറകെ ഓടുന്നുണ്ട്. ആര് വിളിച്ചിട്ടും നികേഷ് നിൽക്കുന്നില്ല. അവൻ അവൻ്റെ ഇഷ്ടത്തിന് ഇറങ്ങി പോവാണ്. ഇത് കണ്ട് നിധി പറയുന്നുണ്ട്, പോട്ടെ, അവൻ പോട്ടെ. അവൻ എന്താ വിചാരിച്ചത്? അവൻ്റെ ഇഷ്ടത്തിന് എന്തും പറയാമെന്നാണോ? എവിടെയെന്ന് വെച്ചാൽ പോയിട്ട് വരട്ടെ അവൻ. മോളെ, അവൻ എവിടേക്കെങ്കിലും പോവുമെന്ന് ചോദിക്കുകയാണ് സുഭാഷ് ഏട്ടൻ. എന്നാൽ നിധി പറയുന്നുണ്ട്, ഇല്ല, എവിടെ പോവാനാ സുഭാഷ് ഏട്ടാ, അവനിങ്ങ് തിരിച്ചു വരും. പെട്ടെന്ന് തന്നെ അച്ഛൻ ഒരു ഷർട്ട് എടുത്തിട്ട് പുറത്തേക്ക് സൈക്കിൾ എടുത്തിട്ട് പോവാണ്. നികേഷ് അന്തമില്ലാതെ കുറേ ദൂരം നടക്കുന്നുണ്ട്. ബസ് സ്റ്റോപ്പിനടുത്ത് ഒരു ബെഞ്ചിലിരിക്കുകയാണ്. നിധി അവനോട് ചോദിച്ച ചോദ്യങ്ങളെക്കുറിച്ചും അടിച്ചതിനെയൊക്കെ കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിരിക്കുകയാണ്. ഇതേസമയം ഗായത്രി അതിലെ കടന്നു പോകുന്നുണ്ട്. നികേഷിൻ്റെ ഇരുത്തം കണ്ട് ഗായത്രി അവൻ്റെ അടുത്തേക്ക് വരികയാണ്. എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് നികേഷ് തല ഉയർത്തി നോക്കുകയാണ്. ഗായത്രിയെ കണ്ടതും അവൻ്റെ കണ്ണുകൾ തുടയ്ക്കുന്നുണ്ട്. ഏയ് ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ എന്തിനാ കരയുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല എന്ന് വീണ്ടും നികേഷ് പറയുകയാണ്. നിങ്ങൾ ഓക്കെ അല്ലേ? എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്ന് ഗായത്രി ചോദിക്കുന്നുണ്ട്. ഇതൊരു ചെറിയ വിഷയമാണ്, കുറച്ച് കഴിയുമ്പോൾ ശരിയാവും, നിങ്ങൾ പൊയ്ക്കോ എന്ന് പറയാണ് നികേഷ്. ശരിക്കും കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഗായത്രി അവിടെ നിന്നും പോകുന്നുണ്ട്. നികേഷിനെ തന്നെ തിരിഞ്ഞു നോക്കിയാണ് അവൾ പോകുന്നത്. ഇതേ സമയം പാവം അച്ഛൻ നികേഷിനെ തിരഞ്ഞു നടക്കുവാണ്. വളരെ ദൂരെ നിന്ന് തന്നെ നികേഷ് ഈ ബെഞ്ചിലിരിക്കുന്നത് കാണുന്നുണ്ട്. അച്ഛൻ വേഗം തന്നെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നികേഷ് ഇരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായി ഒരു ഷോപ്പുണ്ട്. ആ ഷോപ്പിൽ കയറി അവിടെ ഉണ്ടായിരുന്നൊരു കസേരയിൽ ഇരിക്കുകയാണ്. അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് നികേഷ് അവിടെ തന്നെ ഇല്ലേന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും നികേഷ് ഒരേ ഇരുത്തം ഇരിക്കുകയാണ്. അവിടെ നിന്നും അനങ്ങുന്നു പോലുമില്ല. എന്നാൽ അച്ഛന് ഇരുന്ന് ആകെ വയ്യാണ്ടാവുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞതും അവിടെ നിന്നും എഴുന്നേറ്റ് അച്ഛൻ അങ്ങോട്ടും ഇങ്ങോട്ടേക്കൊക്കെ നടക്കുന്നുണ്ട്. അതിനുശേഷം സൈക്കിളെടുത്ത് പോവാനായിട്ട് തുടങ്ങുമ്പോൾ അച്ഛൻ്റെ മനസ്സ് അനുവദിക്കണില്ല. ഇവനെ ഇങ്ങനെ തനിച്ചാക്കി പോയാൽ ശരിയാവില്ല എന്ന് മനസ്സിൽ തോന്നിയത് കൊണ്ട് തന്നെ അച്ഛൻ വീണ്ടും സൈക്കിൾ അവിടെ തന്നെ വെച്ച് ആ ഷോപ്പിൽ തന്നെ കയറിയിരിക്കുകയാണ്. രാത്രിയായിട്ടും നികേഷിനെ കാണാത്തത് കൊണ്ട് അവൻ വരുന്നുണ്ടോയെന്ന് നോക്കി സുഭാഷ് ഏട്ടനും ഹരീഷും സുധീഷും ഒക്കെ ഉമ്മറത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. നിധി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താ സുഭാഷ് ഏട്ടെന്ന് ചോദിക്കുകയാണ്. അല്ല, നികേഷ് ഇത്രയും നേരമായിട്ടും ഇങ്ങോട്ട് വന്നില്ലല്ലോ. അവൻ ഇത്രയും നേരം ഒന്നും പുറത്തു പോയിരിക്കാറില്ല. വളരെ വിഷമത്തോടെയല്ലേ അവൻ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയത്. ഇത് കേട്ട് നിധി ചോദിക്കുന്നുണ്ട്, എന്താ ഞാൻ ചെയ്തത് തെറ്റാണെന്ന് സുഭാഷ് ഏട്ടന് തോന്നുന്നുണ്ടോ? അയ്യോ മോളെ, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. അവനെ അടിക്കാനുള്ള അധികാരം നിനക്കുണ്ട്. പക്ഷേ അവൻ പോയിട്ട് ഇത്രയും നേരമായിട്ട് വീട്ടിലേക്ക് കാണാത്തതുകൊണ്ട് എനിക്കൊരു പേടി. ഞാൻ പോയി അവനെന്ന് തിരഞ്ഞിട്ട് വരാമെന്ന് പറയുമ്പോൾ നിധി പറയുന്നുണ്ട്, വേണ്ട സുഭാഷ് ഏട്ടാ, അങ്ങനെ തിരഞ്ഞു പോകേണ്ട ആവശ്യമില്ല. നിങ്ങളിപ്പോൾ തിരഞ്ഞു പോയാലേ അവൻ ഇടയ്ക്കിടയ്ക്ക് ഇത് തന്നെ ആവർത്തിക്കും. വീണ്ടും ഇതുപോലെ ദേഷ്യപ്പെടുമ്പോൾ വീട് വിട്ട് ഇറങ്ങിപ്പോവും. അപ്പോൾ പിന്നീട് വിചാരിക്കും നിങ്ങൾ ആരെങ്കിലും ചെന്ന് കൂട്ടിക്കൊണ്ടുവരുമെന്ന്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് വീട്ടിൽ വെച്ച് തന്നെ തീർക്കണം. അല്ലാതെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവല്ല വേണ്ടത്. അതത്ര നല്ല സ്വഭാവമല്ല സുഭാഷ് ഏട്ടാ. അവൻ സ്വയം വരട്ടെ സുഭാഷ് ഏട്ടാ. അവൻ ചെയ്ത തെറ്റാണെന്ന് മനസ്സിലാക്കി
അവൻ തിരിച്ചു വരണം. ഇവിടെ എല്ലാവർക്കും ഇങ്ങനെയൊരു പ്രശ്നമുണ്ട്. എന്തെങ്കിലും പ്രശ്നം വീട്ടിലുണ്ടായാൽ അപ്പം തന്നെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവും. ഈ ഒരു സ്വഭാവത്തിന് ഇന്നൊരു തീർപ്പുണ്ടാവണം. ഇതും പറഞ്ഞുകൊണ്ട് നിധി റൂമിലേക്ക് കയറി പോവുകയാണ്. ഹരീഷ് സുഭാഷ് ചേട്ടൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. സുഭാഷ് ചേട്ടനെ ഉദ്ദേശിച്ചാണ് ചേട്ടത്തിയെ പറഞ്ഞത്, അത് മനസ്സിലായോ? സുഭാഷ് ചേട്ടൻ ചോദിക്കുന്നുണ്ട്, എന്നെ ഉദ്ദേശിച്ചാണ് അവൾ പറഞ്ഞത്? എനിക്ക് മനസ്സിലായില്ല. അന്നേ വീട് വിട്ട് ആ ജോത്സ്യൻ പറഞ്ഞത് കേട്ട് വീട് വിട്ട് പോയില്ലേ ചേട്ടൻ, അതുദ്ദേശിച്ചാണ് ചേട്ടത്തി പറയുന്നത്. നീ പോടാ, ഞാനാകെ ടെൻഷനിലാണ് നികേഷിനെ കാണാത്തത് കൊണ്ടെന്ന് പറയുമ്പോൾ സുധീഷ് പറയുന്നുണ്ട്, ദേ ചേട്ടൻ അകത്തേക്ക് വന്നേ, അവൻ വരും, അവൻ കുട്ടിയൊന്നും അല്ലല്ലോ, കുറച്ച് സമയം കഴിയുമ്പോഴേക്കും അവൻ ഇങ്ങോട്ടേക്ക് വരും. ചേട്ടൻ വായെന്നും പറഞ്ഞുകൊണ്ട് സുഭാഷ് ചേട്ടനെ അകത്തേക്ക് വിളിച്ചിട്ട് പോവാണ്.